السلام عليكم ورحمة الله وبركاته. الله أكبر 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 الله أكبر. الحمد لله الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനിൻ്റെ ദൈർഘ്യമായ നോമ്പിന് ശേഷം നോമ്പുമായി അനുബന്ധിച്ച് ഒരുപാട് അമലുകൾക്ക് ശേഷം അള്ളാഹു അതിനെല്ലാം സമ്മാനം തരാമെന്ന് പറഞ്ഞ വിശിഷ്ടമായ ഈദുൽ ഫിത്തറിൻ്റെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും. അള്ളാഹു നമ്മയെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സമ്മാനം കരഗതമാക്കി തിരിച്ചു പോകുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിരതമായ പ്രാർത്ഥനയുടെ ത്യാഗോജ്ജലമായ നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇഅ്തികാഫിൻ്റെയും എല്ലാം പ്രതിഫലം അള്ളാഹു പരിപൂർണമായി നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ സർവ്വ അപരാധവും ഈ കഴിഞ്ഞ വിശുദ്ധമായ റമദാൻ കാരണം പരിപൂർണമായും മാപ്പാക്കപ്പെട്ടവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകത്തിന് 2 ദിവസമാണ് പെരുന്നാളായിട്ട് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. സന്തോഷിക്കാനായിട്ട് ഇസ്ലാമികമായ അനുവദനീയമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ആഘോഷിക്കാനായിട്ട് അല്ലാഹു തആല നൽകിയിരിക്കുന്ന 2 സുദിനങ്ങളാണ്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. ഇത് രണ്ടുമല്ലാതെ മുസ്ലിം ലോകത്തിന് പൊതുവായിട്ട് ആഘോഷമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാൻ കഴിയൂല. എന്താണെങ്കിലും മുസ്ലിം ലോകത്തിൻ്റെ വല്ലാത്ത സന്തോഷത്തിൻ്റെ സുദിനത്തിലാണ്, സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും. യഥാർത്ഥത്തിൽ നാം കൂലങ്കഷമായൊരു ചിന്ത നടത്തിയാൽ നമ്മളുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ പെരുന്നാൾ ദിവസം നമുക്ക് ആഘോഷിക്കാനോ സന്തോഷിക്കാനോ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷത്തിൻ്റെ സുദിനം വന്നാൽ, നമ്മുടെ വീട്ടിൽ ആഘോഷത്തിൻ്റെ ഒരു സന്ദർഭം വന്നാൽ നാം എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കാനായിട്ട് സന്തോഷിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ദുരന്തമുണ്ടായാൽ അള്ളാഹു നമ്മയെല്ലാം എല്ലാ ആപത്തുകളെ തൊട്ടും കാക്കുമാറാകട്ടെ. നാമുമായി പ്രിയപ്പെട്ട, നാമുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ നമ്മളുടെ സന്തോഷമെല്ലാം പെട്ടെന്ന് തന്നെ കെട്ടടങ്ങും. ആ സന്തോഷത്തിൻ്റെ സുദിനവുമായി ബന്ധപ്പെട്ട് അതിനടുത്ത ദിവസങ്ങളിൽ എങ്ങാനും നമ്മളുടെ കുടുംബത്തിനൊരു മരണം നടന്നാൽ ആ സന്തോഷത്തിൻ്റെ സന്ദർഭം നമ്മൾ മാറ്റിവെക്കും. വൈവാഹികമാണെങ്കിൽ പോലും പരസ്പരം ധാരണയോടുകൂടി മാറ്റിവെക്കും. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി ഹഖ്ഖുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ട് വല്ലാത്ത കുറെ ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്, കടമകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും മുസ്ലിമാണ് എങ്കിൽ
ഏത് രീതിയിലുള്ള ജീവിത രീതിയാണ് എങ്കിലും, വ്യത്യസ്തമായ ഭാഷ പറയുന്ന ശൈലിയിലുള്ള പ്രകൃതിയിലുള്ളതാണെങ്കിലും അവർ മുസ്ലിമാണ് എങ്കിൽ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, മൻ സ്വല്ല സ്വലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ, കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, അള്ളാഹുവിനെ കൊണ്ടും ആഖിറത്തിനെ കൊണ്ടും വിശ്വാസമുള്ള മനുഷ്യനാണ് എങ്കിൽ, മുസ്ലിമായ മനുഷ്യനാണ് എങ്കിൽ, നിങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും കണ്ടിട്ടില്ല എങ്കിലും, ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും കാണാനുള്ള സാധ്യതയില്ല എങ്കിലും, നിങ്ങൾ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം വിളക്കി ചേർത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആന. ആ ബന്ധം രൂഢമൂലമാക്കിയിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് വല്ലാത്ത ബന്ധമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ തമ്മിൽ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെ. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിനൊരു ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, ആ ശരീരം ആസകലം ആ ബുദ്ധിമുട്ടുമായി തുടരുന്നതാണ്. അതിന്റെ വേദനയും അതിന്റെ കഷ്ടപ്പാടും സഹിക്കുന്നതാണ്. ആ ബുദ്ധിമുട്ട് കാരണം ഒരു പനി വന്നാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗവുമായി മാത്രം ബന്ധപ്പെട്ട് പനി നിൽക്കൂല, ശരീരമാസകലം അതിന്റെ പനിയുണ്ടാകും. ഇതുപോലാണ് മുസ്ലിമീങ്ങൾ. ഇതുപോലാകണം മുസ്ലിമീങ്ങൾ. ഇതുപോലല്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിമാകൂല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശുദ്ധമായ ഹദീസുകളും മഹാരഥനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കേൽപ്പിച്ച വിശുദ്ധ ഖുർആനും നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാതെ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. വിശുദ്ധമായ റമദാനിന്റെ രാത്രി സാധുക്കളായ ആൾക്കാർ വെടിനിർത്തലാക്കി എന്ന് ലോകസഭകളുടെ തീരുമാനപ്രകാരം ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവർക്കൊന്ന് കിടക്കാനും ഉറങ്ങാനുമുള്ള ഒരു കൂര പോലുമില്ലാതെ തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ മൂലകളിൽ അവർ ചുരുണ്ടുകൂടി കിടന്നപ്പോൾ, പ്രഭാത സമയമായപ്പോൾ, ഏകദേശം 2:40 സമയമായപ്പോൾ വീണ്ടും കിരാതന്മാർ അക്രമം തുടങ്ങി. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ. ഒരു ഉമ്മയുടെ വർത്തമാനം നിങ്ങൾ കേട്ടതാണ്. എന്റെ കുഞ്ഞിന്ന് നോമ്പ് നോറ്റത് 8 വയസ്സും 9 വയസ്സും 10 വയസ്സുമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നോമ്പ് നോറ്റത് ഒരു തുള്ളി ഭക്ഷണം പോലുമില്ലാതെ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് നോമ്പ് നോറ്റത്. ആ കുഞ്ഞിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണത്തിന്റെ ചിന്തയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. പക്ഷെ എന്റെ കുഞ്ഞ് നോമ്പ് തുറക്കാൻ ഇന്ന് ജീവനോടില്ല. ആ കുഞ്ഞിന്റെ ശരീരം പോലും കിട്ടാത്ത രീതിയിൽ തെന്നിത്തെറിച്ചു പോയിരിക്കുക ആ കുഞ്ഞിന്റെ ശരീരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം അതിന്റെ ബുദ്ധിമുട്ട് അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, പുതുപുത്ര വസ്ത്രം വാങ്ങിയിട്ട് പൂമ്പാറ്റകളെ പോലെ പറക്കാൻ നമ്മളുടെ മക്കൾ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ, അവിടെയും കുറെ മക്കളുണ്ട് കഴിക്കാൻ ഒരു പിടി ഭക്ഷണം പോലും ഇല്ലാതെ. ഇന്നലത്തെ ദിവസവും 100 കണക്കിന് കുഞ്ഞുങ്ങൾ, 500 കണക്കിന് കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിലുള്ള ചട്ടിപ്പാത്രവുമായിട്ട് അവരുടെ മുമ്പിലേക്ക് വിളമ്പപ്പെടുന്ന ഭക്ഷണത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് കുഴഞ്ഞു വരഞ്ഞു നിൽക്കുന്ന സംഭവം, ആ രൂപവും നമ്മൾ കണ്ടതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമാറാകട്ടെ. സഹായിക്കണം, പറ്റൂല എന്ന് പറയാൻ, ആർജവത്തോടു കൂടി പറയാൻ ആരുമില്ലാതെ ആ സാധുക്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുകയാ. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഏതെല്ലാമോ കാരണങ്ങളുടെ പേരിൽ മറച്ചു വെക്കുമ്പോൾ, അവിടുത്തെ പള്ളി മിമ്പറുകളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് എന്തർത്ഥമാ പ്രിയപ്പെട്ടവരെ? അരുതി എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ നടുനിവർത്തി നിന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത ഭരണാധികാരികളുടെ കീഴിലുള്ള മിമ്പറുകളിൽ രാപകലില്ലാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് എന്തർത്ഥമാ പ്രിയപ്പെട്ടവരെ? അരുതി എന്ന് പറയാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ, അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്നോട്ട് പോയ അധമന്മാരാണ് എന്ന വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട്. സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ലോകത്തിന്റെ ആരംഭ കാലഘട്ടം മുതൽ സാധുക്കളായ വിശ്വാസത്തിൽ ദൃഢതയുണ്ടായിരുന്ന വിഭാഗത്തിനെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും കഷ്ടപ്പെടുത്താനും കൊന്നൊടുക്കാനും സജ്ജമായി നിന്ന ഭരണവർഗ കൂട്ടം, എല്ലാവിധ സന്നാഹങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ആയുധബലമുണ്ടായിരുന്നു, ആൽബലമുണ്ടായിരുന്നു. എല്ലാ രാജ്യത്തിന്റെയും അനുകമ്പ പിടിച്ചു പറ്റാനുള്ള കുതന്ത്രപരമായ കരാറുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ മറുപക്ഷത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം ഉണ്ടായിരുന്ന അങ്കുലി പരിമിതികളായിരുന്ന സാധുക്കളായിരുന്നു. നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യത്തിന് ശേഷി നൽകുന്ന ഭക്ഷണം പോലുമില്ലാത്ത സാധുക്കളായിരുന്നു. പക്ഷെ 2 കാര്യം അവർക്കുണ്ടായിരുന്നു: കിതാബുല്ലാഹ് വസുന്നത്തുർ റസൂൽ.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥവും അവരുടെ പ്രവാചകന്റെ ചര്യയും അവർ മുറുകെ പിടിച്ചപ്പോൾ, നിശ്ചയദാർഢ്യത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടി അവർ ഉറച്ചു നിൽക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അത്ഭുതകരമായ സഹായമുണ്ടായി. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് ഫലസ്തീനിലെ മക്കൾ പൊട്ടിച്ചിരിച്ചിട്ടല്ലാതെ ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടാകൂല. ഫലസ്തീനിലെ മക്കൾ സന്തോഷിച്ചിട്ടല്ലാതെ ഈ ലോകത്തിനൊരു അവസാനം ഉണ്ടാകൂല. ആകാശഭാഗത്തേക്ക് നോക്കി ഇന്നും അറേബ്യൻ ജനങ്ങൾ, അല്ലെങ്കിൽ ലോകത്ത് സർവ്വവിധ സന്നാഹങ്ങളുമുള്ള അറേബ്യൻ ലോകത്തിലേക്ക് നോക്കിയിട്ട് കൈനീട്ടി അവരോട് യാചിക്കാതെ ഇന്നും ആകാശത്തിലേക്ക് റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ നീട്ടിയിട്ട് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ സഹായിക്കുമെന്ന് പറയാൻ കുഞ്ഞു മക്കൾക്ക് പോലും പ്രാപ്തരായിട്ടുണ്ട് എങ്കിൽ അവരുടെ ഈമാനികമായ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ ഈ ചങ്കോട്ടകളും ഈ കൂട്ടനായ എല്ലാ സന്നാഹങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമുക്ക് വല്ലാത്ത പ്രതീക്ഷ, നിരാശയല്ല. മുസ്ലിമീങ്ങൾക്ക് നിരാശയില്ല, പ്രതീക്ഷയാണ്. ആത്മാർത്ഥമായ നമ്മളുടെ പ്രാർത്ഥനയോടൊപ്പം ദുആയോടൊപ്പം നമ്മൾ വല്ലാത്ത പ്രതീക്ഷയിലുമാണ്. അല്ലാഹു തആല ഏറ്റവും അടുത്ത സമയത്ത് ആ സന്തോഷ വാർത്ത, ആ പ്രതീക്ഷ നൽകുമാറാകട്ടെ. അക്രമകാരികളായ അഹങ്കാരികളായ ആ അഹങ്കാരി കൂട്ടത്തെ അല്ലാഹു തആല പിടിച്ചു കിട്ടുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഹാബത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനായിരുന്നു. നമുക്കും അങ്ങനെ തന്നെ ആകേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. വാപ്പ മുതൽ, ഉമ്മ മുതൽ, സഹോദരങ്ങൾ മുതൽ, സഹധർമ്മിണി മുതൽ, നിന്റെ ശരീരത്തിന്റെ ഭാഗമായ മക്കൾ മുതൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെക്കാളെല്ലാം പ്രിയപ്പെട്ടത് അള്ളാഹുവും അവന്റെ റസൂലും വിശുദ്ധമായ ദീനും ആകാത്തിടത്തോളം നിങ്ങൾ ആരും മുഅ്മിനാകൂല. സഹാബാക്കൾ അതിന്റെ മകുടോദാഹരണമായിരുന്നു. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളയായിരുന്നു, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനായിരുന്നു, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള അവരുടെ സ്നേഹം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാ, ഒരുപാട് പഠിച്ചിട്ടുള്ളതാ. യുദ്ധക്കളങ്ങളിൽ അവരുടെ ശരീരത്തിലൂടെ കീറി മുറിക്കുന്ന അമ്പുകൾ പോയപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിന്റെ രോമം പോലും മുറിയരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരം കൊണ്ടും വിരുമാറുകൊണ്ടും ആ അമ്പുകളെയും കുന്തങ്ങളെയും തടുക്കാൻ തയ്യാറായവരാ ആ സഹാബത്ത്. നമ്മളെ പോലെ വാക്കുകൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകനാണ് എന്ന് കാണിച്ചവരാ. ആ പ്രവാചകനും അല്ലാഹു തആല മരണം വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന സന്ദർഭം, സഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സന്ദർഭം, പല സഹാബാക്കളും വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന സന്ദർഭം, നിശ്ചയദാർഢ്യത്തിന് ഉദാഹരണമായി പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വല്ലാതെ ചങ്കുറപ്പും ധൈര്യവും ഉണ്ടായിരുന്ന മഹാനവറുകൾ, അദ്ദേഹം പോലും പതറിപ്പോയി. ഒരു നിമിഷം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രവാചകൻ വഫാത്തായിട്ടില്ല, എന്റെ പ്രവാചകൻ മരണപ്പെട്ടിട്ടില്ല. തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ പോയതുപോലെ എന്റെ പ്രവാചകൻ പോയിരിക്കുകയാണ്. ആരെങ്കിലും എന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ മാനസികമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അറിഞ്ഞപ്പോഴേക്കും ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയെ അങ്ങ് അവരുടെ സമ്പത്തിൽ നിന്നും സക്കാത്ത് വാങ്ങാനെന്നാ പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ വഫാത്തായി, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല. ഒരു വിഭാഗം ആൾക്കാർ സക്കാത്ത് നിഷേധിച്ചുകൊണ്ട് മാറി നിന്നു, മുനാഫിക്കുകളായ ആൾക്കാർ. അള്ളാഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഞാനും അടുത്ത പ്രവാചകനാണ് എന്ന് പറഞ്ഞ മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അറിഞ്ഞപ്പോൾ അദ്ദേഹവും മുനാഫിക്കുകളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അടുത്ത പ്രവാചകൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്ലാതെ ഒരു സങ്കീർണമായി നിൽക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത് ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് എത്തി, പ്രവാചകന്റെ മുഖത്ത് കടന്ന് തുണിയൊന്നു മാറ്റി, എന്നിട്ട് പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട്, പരിഭ്രമിച്ചിട്ട്, അസ്വസ്ഥരായിട്ട്, വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സഹാബത്തിന്റെ ഭാഗത്തേക്ക് വന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. സഹാബാക്കൾ പറയുകയാ, ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും മൃദുവായ മനുഷ്യൻ അബൂബക്കർ ആയിരുന്നു. അബൂബക്കർ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും മൃദുവായ സ്വഭാവമുള്ള, ഏറ്റവും മയമായി ഏറ്റവും മൃദുവായിട്ട് പെരുമാറുന്ന
പെരുമാറുന്ന, ഏറ്റവും മയമായി പെരുമാറുന്ന അദ്ദേഹത്തിനെ ഇത്രയും സോഫ്റ്റ് ആയിട്ടല്ലാതെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലെന്ന് സഹാബാക്കൾ. പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ കണ്ടത് മറ്റൊരു അബൂബക്കറിനെയായിരുന്നു, ഞങ്ങൾ അന്ന് കേട്ടത് മറ്റൊരു അബൂബക്കറിനെയായിരുന്നു, ഞങ്ങൾ അന്ന് സാക്ഷിയായത് മറ്റൊരു അബൂബക്കറിനെയായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് വന്നു നിന്നു, ഹംദ് പറഞ്ഞു. എന്നിട്ട് സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാ, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിനോടൊപ്പം സലാത്ത് പോലും അവിടെ പറഞ്ഞില്ല എന്ന് ഹദീസിൽ കാണാം. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ഏത് അബൂബക്കർ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്നത ബഅദൽ അംബിയാഇ അബൂബക്കർ, അവ്വലു മൻ സവ്വജനി ബികറൻ അബൂബക്കർ. ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത് അബൂബക്കർ, ആദ്യമായി നബിമാർക്ക് ശേഷം സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് അബൂബക്കർ എന്ന് അബൂബക്കറിനെ കുറിച്ച് ഒരുപാട് മഹത്വം പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെറുപ്പം മുതലെയുള്ള സന്തത സഹചാരിയായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന അബൂബക്കർ. ആ അബൂബക്കർ വന്ന് ശക്തമായിട്ട് പറയുന്നത്, ആരെങ്കിലും മുഹമ്മദിന് വേണ്ടിയാണ് സക്കാത്ത് കൊടുത്തത് എങ്കിൽ നിങ്ങളിന് സക്കാത്ത് കൊടുക്കണ്ട, മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുകയാ. ആരെങ്കിലും മുഹമ്മദിന് വേണ്ടിയാണ് നമസ്കരിച്ചത് എങ്കിൽ നിങ്ങളിന് നമസ്കരിക്കണ്ട, മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുകയാ. ആരെങ്കിലും മുഹമ്മദിന് വേണ്ടിയാണ് കണ്ണിനെയും കാതിനെയും നാവിനെയും സൂക്ഷിച്ചത് എങ്കിൽ നിങ്ങളിനി അതൊന്നും ചെയ്യണ്ട, തോന്നുന്നത് പോലെ നിങ്ങൾ ജീവിച്ചു കൊള്ളുക, മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുകയാ. വമൻ കാന യഅ്ബുദുല്ലാഹ് വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ, നിങ്ങൾ നോമ്പ് നോറ്റത് റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ, നിങ്ങൾ നമസ്കരിച്ചത് റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ, നിങ്ങൾ സക്കാത്തും സദഖയും ഹദിയയും നൽകിയത് റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ, നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ കാതിനെയും നിങ്ങളുടെ ശരീരത്തെയും നിശുദ്ധമായ ഭക്ഷണത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും നിങ്ങളെ തടുത്തത് അല്ലാഹുവുമായിട്ടുള്ള ബന്ധമാണ് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ, അവൻ മരിക്കുകയില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാ, അവൻ മരിക്കുകയില്ല. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും നിങ്ങളുടെ അകവും നിങ്ങളുടെ പുറവും, നിങ്ങളുടെ വീടിനുള്ളും നിങ്ങളുടെ വീടിന് പുറവും, നിങ്ങളുടെ സംസ്ഥാനവും ഇതര സംസ്ഥാനവും, നിങ്ങൾ എവിടെയായിരിക്കുമോ അതെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ ഊരിത്തിരിയുന്ന ചിന്താഗതികളെ പോലും അറിയുന്നവനാ. ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആ അല്ലാഹു ജീവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിൽ നാം ഒരുപാട് നന്മ ചെയ്തു, നിഷിദ്ധമായതെല്ലാം മാറ്റിവെച്ചു, നമസ്കാരത്തിൽ കൃത്യത കാണിച്ചു. മഗ്രിബ് നമസ്കാരത്തിൽ നമ്മുടെ അകത്തപ്പള്ളി നിറഞ്ഞു, പുറത്തുമാളായിരുന്നു, ചിലപ്പോൾ മുകളിലുമാളായിരുന്നു. റമദാൻ അങ്ങോട്ട് കഴിയുമ്പോൾ 2 സഫിൽ നാം ചുരുങ്ങുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം നാം നമസ്കരിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, റമദാന് വേണ്ടിയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മുഹമ്മദിന് വേണ്ടിയാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇനി ചെയ്യണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് റബ്ബിന് വേണ്ടി നിങ്ങൾ ചെയ്യാനി എന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അനുഷ്ഠിച്ച ഇബാദത്തുകളെല്ലാം നോമ്പിന് വേണ്ടിയാണ്, ഈ റമദാന് വേണ്ടിയാണ് എങ്കിൽ നമ്മൾ ഇനിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ ആ അള്ളാഹു ഇനിയുമുണ്ട്, നാളെയുമുണ്ട്, എന്നെന്നും അള്ളാഹുവുണ്ട്, മരണം വരെയുമുണ്ട്, അതിനുശേഷവുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഇബാദത്തുകളിലെല്ലാം സജ്ജമാകണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. ഒരു വിഭാഗം ആൾക്കാർ അവർ പറഞ്ഞു, എന്റെ പരിപാലകൻ, എന്റെ സൃഷ്ടാവ്, എന്റെ സംരക്ഷകൻ അള്ളാഹുവാണ് എന്ന് ഉറപ്പോടുകൂടി പറഞ്ഞവർ റബ്ബുനല്ലാഹ്. എന്നിട്ട് അവർ അതിൽ ഉറച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് മരണം വരെയും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. തതനസ്സലു അലൈഹിമുൽ മലായിക. അവരുടെ മരണാസന്നമാകുമ്പോൾ ആകാശഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ അവരുടെ മരണാസന്നമാകുന്ന അവരുടെ വീട്ടിലേക്ക് പറന്നിറങ്ങുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ആരക്കാ? അള്ളാഹു അതുകൊണ്ട് നമുക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എന്തെല്ലാം ഇബാദത്തുകൾ റമദാനിൽ ചെയ്തോ അതെല്ലാം തീർത്തും അതിനുശേഷം നാം ചെയ്യുന്നവരാകണം. ഇതെല്ലാം മടക്കി വെച്ചിട്ട് അടുത്ത റമദാനാകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് ശിർക്കാണ്. അള്ളാഹ്ക്ക് വേണ്ടിയല്ല നാം ചെയ്തത്, റമദാനിന് വേണ്ടിയായി പോകും. അള്ളാഹിനോടൊപ്പം റമദാനെ ചേർത്തവരായി പോകും നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത് ചെറിയ കാര്യമല്ല, അതീവ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സൂക്ഷിക്കാനും ഗൗരവം കാണിക്കാനും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാനും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. കരുണയുള്ള തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളെ പോലും മഹ്റൂമാക്കാതെ മുഴുവൻ ആൾക്കാരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പെരുന്നാൾ സമ്മാനമായ പാപമോചനവും അള്ളാഹുവിൻ്റെ പെരുന്നാൾ സമ്മാനമായ മുഴുവൻ അനുഗ്രഹങ്ങളുടെ നിറച്ച പ്രതിഫലത്തിൻ്റെ സമ്മാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് മറ്റൊരാളുടെ സന്തോഷം കണ്ട് നാം സന്തോഷിക്കല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ കുടുംബമാണ്. കുടുംബവുമായി സന്ദർശനം നടത്തൽ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മളിൽ പല ആൾക്കാരും മാതാപിതാക്കളിൽ നിന്ന് മാറി താമസിക്കുന്നവരാണ്. നിർബന്ധമായിട്ടും മാതാപിതാക്കളെ പോയി കാണുക, അവരെ സന്തോഷിപ്പിക്കുക. അവരുടെ കയ്യിൽ എന്ത് മലയോളമുണ്ട് എങ്കിലും നാം എന്തെങ്കിലും അവർക്ക് വേണ്ടി കൊണ്ടുപോകുക സുന്നത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയാണ്. അവരെ സന്തോഷിപ്പിക്കണം. എത്ര ജോഡി ഉടുപ്പും പാൻറ്റും ഉടുപ്പും ഡ്രസ്സുമെല്ലാം ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇങ്ങനെ കെട്ടുകണക്കിനുണ്ട് എങ്കിലും നാം ഒന്ന് അവർക്ക് കൊണ്ടു കൊടുക്കണം. വേണ്ട എന്ന് അവർ 1000 പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് മേടിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഭാര്യയ്ക്ക് മേടിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ അവർക്ക് നാം മേടിച്ചവരാകണം. അത് പ്രാവർത്തികമാക്കേണ്ട സമയമാണ് പെരുന്നാൾ. എന്തെങ്കിലുമൊക്കെ സമ്മാനവുമായിട്ട് പോകണം. കുടുംബത്തിൽ അബലകളായ സാധുക്കളായ ആൾക്കാർ അകന്നും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ താമസിക്കുന്നവരുണ്ടാകും. അവരെ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ സന്ദർശിക്കണം. അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിപ്പിക്കണം. പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത്. ഏറ്റവും കുറഞ്ഞ പക്ഷം നാം അവരെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. പോകാൻ കഴിയുന്നില്ല എങ്കിൽ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, വാപ്പയുടെ സഹോദരങ്ങളുണ്ട്, വാപ്പയുടെ സഹോദരിമാരുണ്ട്. അതെല്ലാം കൃത്യമായി നമ്മൾ റമദാനിൽ തന്നെ കണക്കെടുക്കണം, നോക്കി വെക്കണം. എന്നിട്ട് അവരെ പോയി സന്ദർശിക്കണം. 1 ദിവസം 2 ദിവസം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അതിനുവേണ്ടി ഒന്ന് മാറ്റിവെക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവർ മനസ്സ് നിറയൊന്ന് പ്രാർത്ഥിച്ചാൽ ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ പ്രതിഫലമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കല പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട്, പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് നാം നമ്മുടെ ബന്ധുക്കളുമായി എല്ലാം ബന്ധപ്പെടണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിൻ്റെ മറ്റു പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ നമുക്കറിയാം. കഴിവിൻ്റെ പരമാവധി അതെല്ലാം നാം പ്രാവർത്തികമാക്കി നമ്മളുടെ ജീവിതം ഇന്നലത്തെ ജീവിതത്തിന് ആപേക്ഷികമായിട്ട് മാറ്റമുണ്ടാകണം. നമ്മളുടെ ജീവിതം കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് മാറ്റമുണ്ടാകണം. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ അടുക്കുന്നവരാകണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസിലേക്ക് നമ്മൾ അടുക്കുന്നവരാകണം. അതിൻ്റെ പ്രതിഫലനം അള്ളാഹുവിൻ്റെ മസ്ജിദുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനം. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ ആയിട്ട് നാം ബന്ധം മുറിച്ച് കഴിയുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസ്, നിങ്ങൾക്കൊരു പെരുന്നാളുമില്ല. കുടുംബബന്ധം മുറിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെരുന്നാളുമില്ല. നിങ്ങൾ കുടുംബബന്ധം മുറിച്ച് കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇബാദത്തുമില്ല. നിങ്ങൾ കുടുംബബന്ധം മുറിച്ച് കഴിയുന്നവരാണ് എങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്ക് കിട്ടൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ അവരെ വിളിക്കും, സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാലും നമ്മൾ കേൾക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആരാണ് അങ്ങോട്ട് മിണ്ടാൻ തയ്യാറാകുന്നത് അവർക്ക് അള്ളാഹു 2 പ്രതിഫലം നൽകും. നാം ഏറ്റവും കൂടിയ വസ്ത്രം ധരിച്ച്, ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച്, ഏറ്റവും നല്ല വാഹനത്തിൽ, ഏറ്റവും നല്ല വീട്ടിൽ താമസിച്ചു അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് നാം പറയുമ്പോൾ നാം ഏതെങ്കിലുമൊക്കെ ബന്ധം മുറിഞ്ഞ് കഴിയുന്നവരാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കാണുന്നതെല്ലാം വെറും പ്രഹസനമാണ്, ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞത് എന്ത് നഷ്ടപ്പെട്ടു പോകാനാണ് നമുക്ക്? നാം ഒന്ന് അവരുടെ മുമ്പിൽ താന്നി എന്ന് പറഞ്ഞ് എന്ത് നഷ്ടപ്പെട്ടു പോകാനോ ഒന്നുമില്ല. അതുകൊണ്ട് പിണക്കമില്ലാത്ത വിശാലമായ മനസ്സോടുകൂടി ജീവിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد. اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم. اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم، خصوصا من أولهم أمير المؤمنين أبي بكر الصديق رضي الله تعالى عنه، وعن ثانيهم أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه، وعن ثالثهم أمير المؤمنين عثمان بن عفان رضي الله تعالى عنه، وعن رابعهم أمير المؤمنين علي بن أبي طالب رضي الله تعالى عنه، وعن عمي نبيك حمزة والعباس رضي الله تعالى عنهما، وعن سيدة نساء أهل الجنة فاطمة الزهراء رضي الله تعالى عنها وعنهم. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم تقبل منا صلاتنا، اللهم تقبل منا صيامنا، اللهم تقبل منا ركوعنا، اللهم تقبل منا خشوعنا وسجودنا وخضوعنا، اللهم تقبل منا سائر أعمالنا يا رب العالمين، اللهم تقبل منا سائر أعمالنا يا رب العالمين. اللهم اجعلنا من المتقين بسبب شهر رمضان يا رب العالمين، اللهم اجعلنا من المتقين بسبب شهر رمضان يا رب العالمين، اللهم اجعلنا من المتقين بشهر رمضان يا رب العالمين. അർഹമുർ-റഹീമായ നാഥ, കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത, കുറ്റങ്ങൾ ചെയ്ത ദോഷികളും പാപികളുമാണ് റബ്ബേ. അള്ളാഹു നിന്റെ മഗ്ഫിറത്ത് അതിവിശാലമാണ് അല്ലാ. അള്ളാഹു നിന്റെ മർഹമത്ത് അതിവിശാലമാണ് റബ്ബേ. അള്ളാഹു നീ കരീമാണ് അല്ലാ. അള്ളാഹു നീ ഏറ്റവും വലിയ മാന്യനാണ് റബ്ബേ. അള്ളാഹു പെരുന്നാൾ ദിവസം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയല്ലോ തമ്പുരാനെ. അള്ളാഹു പെരുന്നാൾ ദിവസം വലിയ പ്രതീക്ഷയോടുകൂടി നിന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ് തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഏറ്റവും വലിയ പെരുന്നാൾ സമ്മാനമായിട്ട് ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾ മസ്ജിദിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഒരു പാപകറ പോലും ഇല്ലാതെ പരിശുദ്ധരാക്കി ഞങ്ങളെ നീ മടക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അള്ളാഹു എല്ലാവർക്കും നീ വാരിക്കോരി മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അള്ളാഹു നീ അല്ലാതെ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് ചെയ്യാൻ ആരുമില്ല റബ്ബേ. അള്ളാഹു നിന്നോടല്ലാതെ ഞങ്ങൾ ആരോടും ചോദിക്കുകയുമില്ല റബ്ബേ. അള്ളാഹു നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അള്ളാഹു നീ റഹ്മത്ത് നൽകണേ റബ്ബേ. അള്ളാഹു പെരുന്നാൾ സമ്മാനമായിട്ട് അള്ളാഹു ഞങ്ങൾ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ തറാവീഹിനെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ വിത്റിനെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു വിശുദ്ധമായ ഖുർആൻ തറാവീഹ് നമസ്കാരത്തിലെ ഖത്തം ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ തഅലീമിനെയും തഅല്ലുമിനെയും നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു വിശുദ്ധമായ ഖുർആനും നിന്റെ പ്രവാചകന്റെ ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ റമദാനിൽ ചെയ്ത മുഴുവൻ അമലുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ നോമ്പ് തുറയെ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഭക്ഷിപ്പിക്കലിനെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ അമലുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഒന്നിനെ പോലും നീ മടക്കല്ലേ അല്ലാ. അള്ളാഹു എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ഇഫ്ഫത്തും ഇസ്സത്തും നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു സാധുക്കളാണ് റബ്ബേ. അള്ളാഹു അവരെ നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ പ്രസവിച്ചവരാണ് റബ്ബേ. അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ പാടുപെടുന്നവരാണ് റബ്ബേ. അള്ളാഹു നീ അവരെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു അവര് ചെയ്ത ഖിദ്മത്തുകൾക്ക് നീ വണ്ണമായ പ്രതിഫലം നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ അംഗീകരിക്കണേ അല്ലാ. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹു കുടുംബത്തിന്റെ ചിന്തയിലായിട്ട് രാപകലില്ലാതെ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന സാധുക്കളാണ് റബ്ബേ. അള്ളാഹു നീ അവരെ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു സാലിഹായ മക്കളാക്കണേ റബ്ബേ. അള്ളാഹു മക്കള് കാരണം മാതാപിതാക്കൾ നാടുവിടുന്ന കാലഘട്ടത്തിലാണ് അല്ലാ. അള്ളാഹു മക്കള് കാരണം മാതാപിതാക്കൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ ഒരാളെ പോലും നീ വഴികെടുത്തല്ലേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഞങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ ദുആ ചെയ്യുന്ന സാലിഹായ മക്കളാക്കണേ അല്ലാ. അള്ളാഹു സാലിഹായ മക്കളാക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഭദ്രമാക്കി തരണേ അല്ലാ. വിള്ളലില്ലാതെ അള്ളാഹുവെ, വിള്ളലില്ലാതെ പ്രശ്നമില്ലാതെ അള്ളാഹുവെ മരണം വരെയും സ്വർഗം വരെയും ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നിലനിർത്തി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ കുടുംബമാണെന്നുള്ള ചിന്ത നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും കുടുംബാദികളെയും നീ ഒന്നിപ്പിക്കുകയും നന്നാക്കുകയും ചെയ്യണേ അല്ലാ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നല്ല. ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നല്ല. അള്ളാഹു അവർ ഉപദ്രവിക്കപ്പെടുന്നല്ല. അള്ളാഹു ക്രൂരമായി നിഷ്ഠൂരമായി വധിക്കപ്പെടുന്ന റബ്ബേ, അള്ളാഹു നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു ബദറിലെ നിന്റെ സഹായം നീ ഇറക്കണേ അല്ലാ. മൂസാ നബിക്ക് ഇറക്കിയ സഹായം നീ ഇറക്കണേ അല്ലാ. ആദിനും സമൂദിന്റെയും സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഇറക്കിയ സഹായം നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു അവരെ നീ സഹായിക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കളെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു വിശുദ്ധമായ റമദാനായിട്ട് പോലും അള്ളാഹു സ്വസ്ഥമായിട്ട് അവർക്കൊന്ന് കിടക്കാൻ പോലും കഴിയുന്നില്ല റബ്ബേ. അള്ളാഹു അവരുടെ തലകൾ ചിന്നിച്ചു റബ്ബേ.
അള്ളാഹു അവരുടെ ശരീരങ്ങൾ ചിഹ്നിച്ചു തുറന്ന് റബ്ബേ. അള്ളാഹു അവരെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു അവരെ നീ സഹായിക്കണേ റബ്ബേ. അള്ളാഹു നീ അവരെ സംരക്ഷിക്കണേ അല്ലാ. അള്ളാഹു നിന്നിൽ മാത്രം ബലമേൽപ്പിക്കുന്നവരാണ് റബ്ബേ. അവരെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ ആഗ്രഹങ്ങളെല്ലാം നീ സാധിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഇടയിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസമുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട പരിപാലന സമിതികളെയും നീ ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ ഉസ്താദന്മാരെ എല്ലാം നീ ഖൈറിലും ബർക്കത്തിലുമാക്കണേ അല്ലാ. അള്ളാഹു പള്ളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഖാദിമീങ്ങളെയും നീ സഹായിക്കണേ റബ്ബേ. നീ സംരക്ഷിക്കണേ അല്ലാ. അള്ളാഹു ഇബാദത്തുകൾ കൊണ്ട് ഞങ്ങളുടെ പള്ളികളെയെല്ലാം നീ അലങ്കൃതമാക്കണേ അല്ലാ. അള്ളാഹു ഇബാദത്തുകൾ കൊണ്ട് ഞങ്ങളുടെ പള്ളികളെയെല്ലാം നീ സജീവമാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളെയെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നാലും സന്താപം വന്നാലും നിന്നിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാക്കി തരണേ അല്ലാ. അള്ളാഹു ഭൂമിയിൽ ജീവിത കാലഘട്ടത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഒരൊറ്റ മഖ്ലൂഖിലേക്കും തിരിയാതെ നിന്നിലേക്ക് മാത്രം തിരിയുന്നവരാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം നിന്നോട് ചോദിച്ചോ അത് മുഴുവനും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്തെല്ലാം കാവലിനെ ചോദിച്ചോ ആ മുഴുവൻ കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. اللهم إنا نستعينك ونستغفرك ونستهديك ونؤمن بك ونتوكل عليك نثني عليك الخير كله نشكرك ولا نكفر. اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفظ ونرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار ملحق. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وأصحابه أجمعين والحمد لله رب العالمين. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫഹാത്ത് ചെയ്യും, സലാം പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈദുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ മാസത്തിൽ തന്നെ 6 നോമ്പ് നോക്കൽ. സുന്നത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അടുത്ത സമയത്ത് പിടിക്കലാണ് നല്ലത്. അല്ല കുറച്ചങ്ങോട്ട് അറിയാനും കുഴപ്പമില്ല. പക്ഷെ ഈ മാസത്തിൽ തന്നെ, ശവ്വാൽ മാസത്തിൽ തന്നെ പിടിക്കണം. റമദാനിൽ വന്ന ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിക്കുന്നത് ആ 6 നോമ്പ് കൊണ്ടാണ്. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. എല്ലാ സത്യവിശ്വാസികൾക്കും വഴുതക്കാട് ജുമാ മസ്ജിദിന്റെ എല്ലാവിധ ഈദ് ആശംസകളും നേരുന്നു. അള്ളാഹു നമ്മെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ.